ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ പാത്ത്. നമ്മളിപ്പോ ഇന്നുള്ളത് കൊച്ചിക്കാരുടെ അല്ലെങ്കിൽ എറണാകുളംകാരുടെ ഒരു മേജർ ഷോപ്പിംഗ് സ്പോട്ടിലാണ്. ട്രാവൽ വ്ലോഗ് അല്ല ഇന്ന് എടുക്കുന്നത്, ഒരു ഷോപ്പിംഗ് വ്ലോഗ് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മളൊരു വ്ലോഗായിട്ട് ഉദ്ദേശിച്ചല്ല ചെയ്യണത്. ഇത് നമ്മളുടെ കൊച്ചിയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരുടെ ഒരു ചൈൽഡ്ഹുഡ് പോലും വല്ല മെയിൻ സ്ഥലം. ഇപ്പൊ തൃശ്ശൂർ അമ്പലത്തിനോടെ പോകുമ്പോഴത്തേക്ക് ഒരു വൈബ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പോകുമ്പോഴത്തേക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റില്ല. മേ ബി ഞാൻ എറണാകുളത്തുള്ളതായതുകൊണ്ടായി. അപ്പൊ എറണാകുളത്തുള്ള എല്ലാവർക്കും ഇതൊരു പ്രത്യേക ഒരു, അതായത് കൊച്ചിൻ കാർണിവൽ പോലെ തന്നെ ഒരു വലിയൊരു സംഭവം ബ്രോഡ്വേയിലുള്ള. അതെ. പിന്നെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക, ആർക്കും സജഷൻ അങ്ങനെയുള്ള നമ്മൾ മെയിൻ കണ്ടിട്ടല്ല. പക്ഷെ ഇത് കൊച്ചിയിൽ നിന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഒരു പഴയ നൊസ്റ്റാൾജിയ, ഒരു വൈബ്, അതെ, അതൊന്നും നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ഉണ്ടാവില്ല. ഇത് റാൻഡം ആയിട്ട് നമ്മൾ ബ്രോഡ്വേയിൽ കൂടി ഇങ്ങനെ നടക്കുന്നു. അതായത് ഈ ക്രിസ്മസ് ടൈമിനുള്ള ഈ തിരക്കും, പിന്നെ എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് എന്തെങ്കിലും വെറൈറ്റീസ് എല്ലാം പറഞ്ഞാൽ ഈ പറഞ്ഞ ഷോപ്സിലാണ്. ഇത് മേത്ര ബാസ് കയറുമ്പോൾ തന്നെ ലെസ്സുള്ള ഷോപ്പാണ്. ഇത് കണ്ടില്ലേ, കുറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാക്കി ഈ വീഡിയോ എന്താണ് 2023 ക്രിസ്മസ് ട്രെൻഡ് എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളുടെ കൂടെ നമ്മുടെ രേഷ്മയുടെ മദർ ഉണ്ട്, പിന്നെ എന്റെ ഫ്രണ്ട് ഭാഗ്യ ഉണ്ട്, പിന്നെ അതേപോലെ നമ്മുടെ കസിൻസ് ആയിട്ടുള്ള ഫ്രണ്ട് രണ്ടുപേരുണ്ട്, സാൻഡ്ര ആൻസർ. അപ്പൊ അവരായിട്ട് നമുക്ക് എന്തായാലും പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ സീ യു ഇൻ ദ വീഡിയോ. ഭയങ്കര റഷാണ്ട് ഇവിടെ. നമ്മുടെ എറണാകുളത്ത് വന്നവർക്ക് എല്ലാവർക്കും മെയിനായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ സിലിക്കോണിന്റെ ഇപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് പാർക്കിംഗ് കിട്ടിയത്. അത് ഓരോ അരമണിക്കൂറോളം കിടന്നപ്പോഴാണ് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ ഈ കാര്യം ഒന്നും എല്ലാവരും ശ്രദ്ധിക്കണം എപ്പോഴും. ഇതാണ് മെയിൻ എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് എല്ലാവരും എന്താ പറയുക, ഈ ഒരു തിക്കും തിരക്കിലേക്ക് കയറുന്നത്. ഈ ഒരു മെയിൻ എൻട്രൻസിലാണ് പ്രിൻസിപ്പൽ കോർപ്പറേഷൻ ഓഫ് കൊച്ചി. ബ്രോഡ്വേ പൊതുവെ തിരക്കുള്ള ഒരു സ്ഥലമാണെങ്കിലും ക്രിസ്മസ് ടൈമിൽ അതിനേറെ തിരക്കാണ്. ഏറ്റവും കൂടുതൽ തിരക്കും ഏറ്റവും കൂടുതൽ ഒരു ലൈവ്നെസ് ഉള്ളത് ഈ ക്രിസ്മസ് ടൈമിലാണ്. ഏറ്റവും കൺകുളിർക്കെ കുറേ സാധനങ്ങളൊക്കെ കാണാനും ഒരു ലൈറ്റും അങ്ങനത്തെ ഭയങ്കര വേറൊരു വൈബാണ് ആ ഒരു ടൈമിൽ. ക്രിസ്മസ് ടൈമിൽ ബ്രോഡ്വേ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പ്രിഫറബിൾ ടൈം ഒരു 5:30-6 ആ ഒരു ടൈമിൽ റീച്ച് ചെയ്യാൻ നോക്കുക. എന്നാലാണ് ഈ നാച്ചുറൽ ലൈറ്റ് പോകുന്നതിന് മുന്നേയും രാത്രിയാകുമ്പോഴും ഉള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും രണ്ട് വൈബാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ക്രിസ്മസ് ടൈമിൽ. ഷോപ്പ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ തന്നെ ഷോപ്പിങ്ങിന്റെ സ്റ്റോറാണ്. സ്റ്റോർ എങ്ങനെയുണ്ട്? സ്റ്റോർ അടിപൊളിയാണ്, പക്ഷെ ടൈം വേണം തപ്പി എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 100 രൂപ ടോപ്പ് എടുത്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ സൈഡ് അതുവേണ്ടി അമ്മേനെയും കൂട്ടിക്കൊണ്ടാ വന്നേക്കുന്നത്. നല്ല കട്ട തിരക്കാണ്. GPS സെറ്റ് ചെയ്തൊന്നും പോകാൻ, അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടിട്ട് മിസ്സിംഗ് ആയി പോകും. തിരക്ക് എങ്ങനെയുണ്ടാമേ? നല്ല തിരക്ക്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാരും അവരവരുടെ ഓർണമെന്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മാല തട്ടിയ മേത്ത് തട്ടിയാണ് ഓരോരുത്തർ പോകുന്നത്. തട്ടെന്ന് പറഞ്ഞ വിളിച്ചാൽ പോലും നമ്മൾ അറിയില്ല. ഇപ്പൊ കണ്ടത് ചെറിയ തിരക്കാ. ഇനി ഒരു സ്ഥലത്തേക്ക് നമ്മള് മെയിൻ ക്രിസ്മസ് വൈബ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലേസ് ഉണ്ട്, മേത്തർ ബസാർ എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ ഉള്ളിൽ ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. എന്തായാലും കാണാം.
എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഓരോ ട്രെൻഡ് ഉണ്ടാകും. ലാസ്റ്റ് ടൈം ആ LED ലൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീറൊക്കെ ആയിരുന്നു. ഇപ്പം ഒറിജിനലി എന്താ കമ്പി എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് സാധനം കാണാൻ വേണ്ടിട്ട്. ഇതല്ലാതെ കുറെ ഒരു ബേജ് ആൻഡ് വൈറ്റ് കോംബോയിലാണ് കുറച്ച് കൂടുതൽ ക്രിസ്മസ് ഐറ്റംസ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. കളർഫുള്ളിനേല് നന്നായിട്ടുണ്ട്. നെയിൽ ബോക്സ് ഉണ്ടല്ലേ ഫാൻറ്റാമെയിൽ. നമ്മൾ ഇൻട്രോ എടുത്ത കട ഷോപ്പാണ് ഇത്. നമ്മുടെ മേത്രപാത്രയിൽ കയറുമ്പോൾ തന്നെ ഒരു ഇത്തിരി വരുമ്പോൾ തന്നെ ലെഫ്റ്റുകളാണ്. ഇവിടെ കൂടുതൽ ഈ ലൈറ്റിങ്സിനേക്കാളും കൂടുതൽ ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ ഇല്ലേ, അതായത് ക്രാഫ്റ്റ് ചെയ്ത പോലത്തെ ഗിഫ്റ്റ്സും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. വുഡൻ ക്രാഫ്റ്റഡ് ആണ് എല്ലാം തന്നെ. അതെ, നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതൽ. ബാക്കിയുള്ള ഷോപ്സിനേക്കാൾ ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ഈ ഷോപ്പാണ് ഫീൽ ചെയ്തത്. കസിൻസ് ആയിട്ടുള്ള എന്റെ ഒരു പിള്ളേർ, അതായത് സാൻഡ്ര ആൻഡ്ര, നേരത്തെ പറഞ്ഞില്ലേ, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ട അവരെ കണ്ട. സാൻഡ്ര വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു. അങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ എറണാകുളംകാരിയായിട്ടും ഇത്രയും വർഷമായിട്ടും ക്രിസ്മസിന്റെ ടൈമിൽ ബ്രോഡ്വേയിൽ വരാത്ത ഒരു മഹതി ഇല്ല. ഞാൻ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണത്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം? നൈസാണ്. ഇതൊരു നഷ്ടമായി പോയി ഇത്രയും നാളും ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരാത്തത്. എന്തായാലും എന്നെ പോലെ ആരെങ്കിലും ഇത് കണ്ടാസ്വദിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. സോ ഹോട്ട്. പക്ഷെ എക്സ്പ്ലോർ ചെയ്യണം. സോ നൈസ്. അതാണ് മെയിൻ. എല്ലാവരും വന്നിട്ട് വ്ളോഗ് ചെയ്യൂലേ, അതായത് കുറെ വീഡിയോസ് ഒക്കെ എടുക്കൂലേ, കുറെ സ്റ്റാർസ് എല്ലാം കൂടി ക്രൗഡഡ് ആയിട്ടേക്കാണ്. അതെല്ലാം അതിനകത്തേക്കാണ്. പക്ഷെ ഇപ്പൊ അതിനകത്തേക്ക് പോയി കിട്ടും ഇത്തിരി. അതെ, എന്ന് കഴിഞ്ഞാൽ കുറച്ച് തിരക്കെഴുതാൻ കയറാൻ. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഷോർട്സും റീൽസും കാണുന്നത് ഈ ഷോപ്പാണ്. ഇവിടെയാണ് എല്ലാവരും വന്നിട്ട് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചേക്കുന്ന പോലെ തന്നെ എന്തോരം പേരെ മൊബൈലും ഇതാണ് ആ ഒരു സ്പോട്ട്. ഇതിന്റെ അകത്തേക്കാണ് കുറെ സ്റ്റാർസും ഇതെല്ലാം നമുക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടിലേക്ക്. ഞാൻ എവർഗ്രീനായിട്ട് നിൽക്കുന്നത് ഇത് തന്നെയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇത് തന്നെ ഇത്തിരി ഡിസൈൻസിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എപ്പോഴും എവർഗ്രീൻ ആണ്. ഷോപ്പ് ഫുള്ള് നമ്മളുടെ ക്രിസ്മസിന്റെ ഈ സാൻഡയുടെ ഡ്രസ്സ്, പിന്നെ മാസ്ക്, അങ്ങനെയുള്ള സാധനങ്ങളും മാത്രമാണ് ഈ കടയിൽ ഏറ്റവും കൂടുതൽ. ഇതുപോലെ ഇവിടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് ഡ്രസ്സസ് കണ്ട, സാൻഡയുടെ ഡ്രസ്സസ്, പിന്നെ സ്റ്റിക്കർ, പിന്നെ അങ്ങനെയുള്ള ഫുള്ള് ആ ഒരു സൈഡ് ഐറ്റംസ്. സ്റ്റാർസ് അതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇത് നെറ്റ് കയറി ഏകദേശം എന്റെ എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ഷോപ്പ്. മനുഷ്യരേക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യരേക്കും വാങ്ങിക്കും പൂജി. കരോളൊക്കെ കളിക്കാൻ പറ്റിയവർക്ക് പറ്റിയ പ്ലേസ് ആണ്. കരോള് കളിക്കാൻ പറ്റിയവർക്ക് പറ്റിയ പ്ലേസ് ആണ്. എല്ലാ കോസ്റ്റ്യൂംസും മറ്റേ മാസ്കും എല്ലാം ഉണ്ട് ഈ കടയില്. നേരത്തെ ഞാനൊരു സ്ഥലം കാണിച്ചു, അതായത് അതേപോലെ ഇവിടെ ഫുള്ള് ഡ്രസ്സും ഇങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ വേറെ സ്റ്റാർസ് ഒന്നും ഇല്ല. ഇത് ഇതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പണിലേക്ക് കയറുമ്പോഴാണ് ഈ ഷോപ്പ്. അത്യാവശ്യം നല്ല ചീപ്പാണ്. എത്ര ഉണ്ട് കേട്ടോ നോർമൽ എന്റെ സൈസിലുള്ള ഷർട്ടൊക്കെ ആണെങ്കിൽ 490 അല്ലേ? മാസ്ക കിഡ്സിനൊക്കെ വരുവാണെങ്കിലോ, കിഡ്സ് ഡ്രസ്സിനൊക്കെ അണ്ടർ റേഞ്ച്. ചേട്ടാ ഓസിന് കയറിയേക്കണ്. അമ്മയും ഫോട്ടോഗ്രാഫറും കൂടി നിൽക്കുന്നുണ്ട്. വേറൊരാള് നീ എത്തിയാ? നീ എവിടെ ഉണ്ടായിരുന്നപ്പോ? ഇത്രയും തിരക്കില് ഹിറ്റർ മാധവൻകുട്ടീനെ പോലെ നടക്കുന്നത് 3 പെണ്ണുങ്ങളെയും 4 പേരെ നോക്കി. ഇപ്പൊ എന്തായാലും 2 പടയാളികളെ കൂടി കിട്ടിയിട്ടുണ്ട്. അവൻ വോയിസ് ഔട്ട്ലോക്കും തന്നിരിക്കുന്നു.
ഇവിടുത്തെ പകുതി ജനസംഖ്യ ഞങ്ങൾ മാത്രമായിട്ട് നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൂട്ടത്തില് ഏറ്റവും റഷുള്ള സ്ഥലമുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാമറയിൽ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടും ബഹളവുമാണ്, തിരക്കൻ. ഞങ്ങൾ ഒഴുകിപ്പോണ്ടിരിക്കാണ്. ഇവിടെ നാളെ എങ്ങാണ്ടോ ക്രിസ്മസ് തോന്നുന്നു. നമ്മളാ നടന്നു വന്നതിന്റെ എന്താണ് ഇവിടെ ഇത്ര ഉള്ളൂ. അതെ, ഇത് എന്താ നേരത്തെ അവിടെ നിന്ന് എസ്കേപ്പ് ഇടാൻ നോക്കുക വരുമ്പോ തന്നെ. മെയിനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും 90% പേര്. ഇത്ര തിരക്കിൽ ഒഴുകി വന്നത് വേറെ ഒരു കാര്യമല്ല, ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ അപ്പൊ എല്ലാരും ഈ അറ്റം വരാൻ വരുന്നത് ഇടയ്ക്ക് തന്നെ സ്കിപ്പായി പോവാ. നാളത്തെ പത്രത്തിൽ ചിലപ്പോ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ വരും, തിരക്കിൽ പെട്ടി ചത്തുന്നത്. എടേ ചത്തെന്നല്ല, മരിച്ചെന്ന് പറയുന്നത്. ഏറ്റവും നല്ല ടൈം ഏതാണ് ഇവിടെ ഒന്നും സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും? ഇത് തന്നെയാണ്. അല്ല, ഡേ ടൈമിൽ ഇത്ര തിരക്കുണ്ടാവും. ഡേറ്റ് അത്ര ഉണ്ടാവില്ല. നിങ്ങൾ എത്ര മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും? എത്ര മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് ശേഷം വന്നാൽ ഇത്തിരി സമാധാനമായിട്ട്. അതെ, ചെറിയ നേരത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും നമുക്ക് ആവാർന്ന വഴിയിലൂടെ തിരിച്ച് ഇന്ദുചൂടൻ തിരിച്ച് തിരക്കിലേക്ക് അല്ലേ? ആയുധായാലോ കടിയിൽ എത്ര രൂപ? 250 അല്ലേ? നല്ല ഫുൾ കളർ കിട്ടും. അല്ല, ഇപ്പൊ മഴ പോണെങ്കിൽ ചെയ്യാലേ, ഇതാണ് ഏറ്റവും നല്ലത്. ചേട്ടൻ വാട്ടർ പ്രൂഫ് അല്ലേ? 80 റുപ്പീസാണ് ഈ ഒരു സ്റ്റിക്കിന് വരുന്നത്. കുറേ ഷെയ്ഡ്സ് ഉണ്ട്, റെഡ്, സിൽവർ ഒക്കെ ഉണ്ട്. അതല്ലാതെ ഇച്ചിരി ഇതിനേലും കുറച്ചുകൂടി വലുത് വരുന്നതിന് 120, 180, 200, 250 ആ ഒരു റേഞ്ചാണ് ബോൾസിലൊക്കെ വരുന്നത്. ഷോപ്പിൽ കൂടുതലും ആ ബോൾസ് തന്നെ ഉണ്ട്. അതിന്റെ റേറ്റ് നേരത്തെ രേഷ പറഞ്ഞല്ല. എത്ര മണി വരെ ഉണ്ട് ഷോപ്പ്? എത്ര മണി വരെ ഉണ്ട് ഷോപ്പ്? 9 മണി. 1 മണി വരെ. ഫുൾകൂഡ് സെറ്റിനൊക്കെ എത്ര റേഞ്ചാ വരുന്നത്? 135 മുതലൊക്കെ ഫുൾകൂഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറുതല്ലേ? ഇതിനൊക്കെ എന്താ റേറ്റ് വരും ഈ ഒരു ഫുൾകൂഡ് സെറ്റിനൊക്കെ? വലുതാവുമ്പോഴേ ഏറ്റവും വലുതാവുമ്പോ ഹാപ്പി ക്രിസ്മസ് റേറ്റ് കണ്ടോ? നോക്കിയേ, നമ്മൾ കണ്ടിട്ടില്ല. നിയോൺ അതെ, ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ വന്നപ്പോ കണ്ടത്. ഇപ്രാവശ്യം സ്പെഷ്യലാണല്ലേ? എത്രയാ? 700 റുപ്പീസ് അല്ലേ? ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. ഓ, ഹാപ്പി ന്യൂ ഇയർ ഉണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു നിയോൺ വൈബ് അല്ലേ? ആ, ഞാനോട് ചത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തിനാ ഓണത്തിനടക്ക് കൂട്ടി വെച്ചോളൂ. ഫോട്ടോഗ്രാഫർ, ഇത് മോശമുണ്ടാ? ആഫ്റ്റർ എഫക്റ്റ് ഇതല്ല, വേറെ തൊട്ടി. ഈ സാധനം ആരെങ്കിലും ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്തോട്ടാ. അമ്മയും കൊച്ചും ഓരോരുത്തർക്കും ഓരോ വൈബാണല്ലേ? അതെ, നല്ല രസമുണ്ട്. പാട്ടും ലൈറ്റും ഒക്കെ കൂടെ ഫുൾ വൈബ്. നല്ല നല്ല പാട്ടുകളും വരും. ആ, ക്രിസ്മസ് ആയതുകൊണ്ട് വൈബിങ് അങ്ങനെ ബീച്ചുള്ളതാണ്. നാലഞ്ച് കൊല്ലം മുന്നേ പറയും ഡാഡിനായിട്ട് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. എന്റെ കുഞ്ഞിനെ പോലെ എന്റെ ഓർമ്മയില്ല. അതാണ് ഞാൻ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ആയിട്ടെന്ന് പറഞ്ഞത്. ഒരു 5 കൊല്ലം മുന്നേ, ഒരു 5 അല്ല, എന്റെ ചെറുപ്പത്തില് ഡാഡിനായിട്ട് വരുമ്പോഴത്തേക്കും ഈ മുകളിലത്തെ സ്റ്റോപ്പിലായിരുന്നു ഏറ്റവും ലാഭത്തിൽ
സ്റ്റാർ കിട്ടുന്നത്. ഇപ്പൊ അതെനിക്കൊന്ന് സീസണലാണ് ഈ കച്ചവടം. അവർ വേറെ ആയിരിക്കും റെന്റ് ഔട്ട് ചെയ്ത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞാലൊക്കെ വരുമ്പോൾ നമുക്ക് ആ മെമ്മറി വരും. പ്രത്യേകിച്ച് ഫാദറായിട്ട് ഇങ്ങനെ വന്നത്. ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് രണ്ടുപേരും ഉണ്ടോ, അവരായിട്ടാണ് വന്നത് വെച്ചാൽ മിക്കപ്പോഴും സ്കൂൾ ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അത് ഈ പ്രാവശ്യം വെറൈറ്റി ആണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലത്. അതെ, ജംബോ സർക്കസിൽ നിന്ന് വന്നേ തോന്നുന്നു. ഈ ഷോപ്പിക്ക് ഫുള്ള് ട്രീസിന്റെ മാത്രം ഉണ്ടാ. ഗിഫ്റ്റ് സെന്റർ. അതെ, നമ്മുടെ ക്രിസ്മസ് വൈബ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കൊച്ചി ബ്രോഡ്വേന്ന്. ഇന്ന് December 3rd ആണ്, നാളെയാണ് 25th December. ക്രിസ്മസ് എന്നുള്ളൊരു വൈബാണ് ഇവിടെ, ഫുൾ ഫെസ്റ്റീവ് വൈബാണ് മൊത്തമായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെന്തായാലും ഇന്ന് മുതൽ എന്തായാലും ക്രിസ്മസിന്റെ ആ ഒരു വൈബ് മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യണതാണ്. നമ്മുടെ വീഡിയോ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു നൊസ്റ്റെങ്കിലും അത്യാവശ്യം അടിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വരാത്തവര്, ബ്രോഡ്വേയിൽ വരാത്തവര് വേഗം വായോ. ക്രിസ്മസിന് മുന്നേ തന്നെ ചീപ്പസ്റ്റ് ആയിട്ട് കുറെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ഇനി ഓൾമോസ്റ്റ് ലെങ്ത് ആയിട്ടുണ്ട്, ഇനി ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ബൈ ബൈ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Bye guys.